ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. രാജ്യസഭാ നടപടികൾ 2 മണിവരെയും ലോക്സഭ 1 മണിവരെയും നിർത്തിവച്ചു. വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി രാജ്യത്ത് ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീ ശാക്തീകരണത്തിൽ ജൽ ജീവൻ മിഷൻ നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ നവീകരിച്ച സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അനീതിക്കെതിരായ പോരാട്ടങ്ങൾക്ക് പേരുകേട്ട നാടാണ് കേരളമെന്ന് എം.കെ. സ്റ്റാലിൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FC-യെ നേരിടും. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. രാജ്യസഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെയും ലോക്സഭ 1 മണിവരെയും നിർത്തിവച്ചു. വിവിധ വിഷയങ്ങളിൽ രൂക്ഷമായ തർക്കമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായത്. പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് ചെയർമാൻ ജഗ്ദീപ് ധൻഖർ തള്ളിയതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. സഭാധ്യക്ഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനാകില്ലെന്ന് പ്രതിപക്ഷം ശ്രീ ജഗ്ദീപ് ധൻഖറിനെതിരെ നടത്തുന്ന വിമർശനങ്ങളെ അപലപിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. എന്നാൽ സഭയുടെ ശ്രദ്ധ തിരിക്കാനാണ് ഭരണപക്ഷ MP-മാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. തുടർന്ന് ബഹളം രൂക്ഷമായ സാഹചര്യത്തിലാണ് സഭ 2 മണിവരെ നിർത്തിവച്ചത്. വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി രാജ്യത്ത് ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. നിലവിൽ 6 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഉടൻ രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. 1.5 ലക്ഷം രൂപയ്ക്കുള്ള ക്യാഷ്ലെസ് ചികിത്സയാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി എല്ലാ ജില്ലകളിലും അപകടങ്ങൾ തടയുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും MP-മാരോട് അഭ്യർത്ഥിച്ചു. ചികിത്സ വൈകുന്നതാണ് 30% അപകട മരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രമുഖ ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ പ്രതിപക്ഷ MP-മാർ ഇന്ന് പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോൺഗ്രസ്, ഇടത് MP-മാർ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ അണിചേർന്നു. അമേരിക്കൻ സ്ഥാപനമായ ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി കോൺഗ്രസ് നേതാക്കൾ അടുത്ത ബന്ധം പുലർത്തുന്നതായി ആരോപിച്ച കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. വിഷയത്തിൽ കോൺഗ്രസ് വിശദീകരണം നൽകണമെന്നും പാർലമെന്റ് സമുച്ചയത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെട്ടു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീ ശാക്തീകരണത്തിൽ ജൽ ജീവൻ മിഷൻ നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുദ്ധജലം വീട്ടുപടിക്കലുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നൈപുണ്യ വികസനത്തിലും സ്വാശ്രയത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അനീതിക്കെതിരായ പോരാട്ടങ്ങൾക്ക് പേരുകേട്ട നാടാണ് കേരളമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാന പങ്കുവഹിച്ച പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ നവീകരിച്ച സ്മാരകം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പ്രചോദനം പകർന്ന സത്യാഗ്രഹമാണ് വൈക്കത്ത് നടന്നതെന്നും ശ്രീ M.K. സ്റ്റാലിൻ പറഞ്ഞു. കേരളം இயற்கை எழில் கொண்டக்கூடிய தலம். இது சிறப்புக்குரிய ஒரு சுற்றுலா தலம். கல்வியிலையும் அரசியல் விழிப்புணர்ச்சியிலையும் முன்னேறி இருக்கக்கூடிய மாநிலம் கேரளா. அப்படிப்பட்ட மண்ணில சமூக அரசியல் போராட்ட வெற்றியின் சின்னமா இந்த வைக்கம் நினைவகம் உருவாகி இருக்கு. கேரளாவுக்கு வர்ற எல்லோரும் கட்டாயம் இந்த வைக்கம் நினைவகத்தை பார்த்து ஒடுக்கப்பட்ட மக்கள் அடிமை விலங்கை உடைச்ச வரலாற்றை தெரிஞ்சுக்கணும். വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ്നാട് സർക്കാർ സംഘടിപ്പിച്ച പരിപാടികളുടെ സമാപനവും ഇതോടൊപ്പം നടന്നു. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പരിഷ്കാരം നടപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ 1.5% വരെ വളർച്ച കൈവരിക്കാനാകുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഇത് രാജ്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം കാൺപൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പഠന സമിതിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദ് തീരുമാനം നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സമവായം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നാലാമത് ഇന്ത്യ UAE നയതന്ത്ര സംഭാഷണത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും ഇന്ന് ന്യൂഡൽഹിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും UAE ഉപപ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബഹുമുഖ തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 15ാമത് ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിലും ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പങ്കെടുക്കും. 2035ഓടെ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജീകരിക്കുമെന്നും 2040ഓടെ ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. As we already finished discussing space, we are going to have our own space station, unlike others. We'll be among the first to have that after maybe US and one or two other countries, which will be known as Bharat Antariksh Station by 2035, and by 2040 we might be landing an Indian on the surface of Moon. സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലെ തുകയുടെ കണക്ക് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. SDRFൽ 783 കോടി രൂപ ഉണ്ടെന്നും ഇത് ഉരുൾപൊട്ടൽ നടന്ന വയനാട് മേഖലയിൽ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്നും സർക്കാർ വ്യക്തമാക്കി. ഈ തുകയിൽ 21 കോടി രൂപ വയനാട് ദുരിതാശ്വാസത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 682 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. 2221 കോടി രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് തുക മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും സഹായമായി ലഭിച്ചതെന്നും സംസ്ഥാനം അറിയിച്ചു. പുനരധിവാസത്തിന് അർഹരായവരുടെ ആദ്യ പട്ടിക ഈ മാസം 16-ന് പ്രസിദ്ധീകരിക്കുമെന്നും അന്തിമ പട്ടിക അടുത്ത മാസം പകുതിയോടെ പ്രസിദ്ധീകരിക്കുമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര പ്രതിഭ ശബാന ആസ്മി മുഖ്യാതിഥിയാകും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC എതിരില്ലാത്ത 1 ഗോളിന് ഹൈദരാബാദ് FCയെ തോൽപ്പിച്ചു. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 5ാം പതിപ്പ് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കും. ജനുവരി 23 മുതൽ 27 വരെ നടക്കുന്ന ഐസ് ഗെയിംസിന് ലഡാക്ക് ആതിഥേയത്വം വഹിക്കും. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സ്നോ ഗെയിംസ് ഗുൽമാർഗിലാണ് സംഘടിപ്പിക്കുക. സിംഗപ്പൂരിൽ നടക്കുന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 14ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡൊമ്മരാജു ഗുകേഷ് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ ഇന്ന് നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം ആരംഭിക്കുന്നത്. ഈ ഗെയിമിൽ വിജയിക്കുന്നയാൾ ലോക ചാമ്പ്യനായി മാറും. കളി സമനിലയിൽ കലാശിച്ചാൽ ടൈ ബ്രേക്കുകൾ നാളെ നടക്കും. ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ഉപാധിരഹിതവും സ്ഥിരവുമായ വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭ. ഇതു സംബന്ധിച്ച പ്രമേയത്തെ 198 അംഗ പൊതുസഭയിലെ 158 രാജ്യങ്ങൾ പിന്തുണച്ചു. ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള ആഗോള നിലപാടിന്റെ പ്രതിഫലനമായാണ് UN പ്രമേയത്തെ ലോകം നോക്കിക്കാണുന്നത്. UN ദുരിതാശ്വാസ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിരോധനത്തെ അപലപിക്കുന്ന പ്രമേയവും പൊതുസഭ പാസാക്കി. ശബരിമല സന്നിധാനത്ത് ഹരിവരാസനം ചൊല്ലുന്നതിനിടയിൽ ദർശനത്തിന് നടൻ ദിലീപിന് പ്രത്യേക പരിഗണന നൽകിയതിനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. രാജ്യസഭാ നടപടികൾ 2 മണിവരെയും ലോക്സഭ 1 മണിവരെയും നിർത്തിവച്ചു. വാഹന അപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി രാജ്യത്ത് ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീ ശാക്തീകരണത്തിൽ ജൽ ജീവൻ മിഷൻ നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ നവീകരിച്ച സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അനീതിക്കെതിരായ പോരാട്ടങ്ങൾക്ക് പേരുകേട്ട നാടാണ് കേരളമെന്ന് MK സ്റ്റാലിൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.